ഓഗസ്റ്റ് 10 തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ നടന്ന വാഹനാപകടം നാട്ടുകാരെ നടുക്കി. റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുകയായിരുന്നവരെ നിയന്ത്രണം വിട്ട കാർ നേരിട്ട് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 ഓട്ടോ ഡ്രൈവർമാർക്കും ഒരു ലോട്ടറി വ്യാപാരിയുമടക്കം 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 3 ദിവസത്തിനു ശേഷം ഒരു ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടു. ലോട്ടറി വ്യാപാരിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു. എന്നാൽ 23-കാരിയായ ശ്രീപ്രിയയ്ക്കും കൂടെയുണ്ടായിരുന്ന പുരുഷനും ഗുരുതരമായ പരിക്കേറ്റു. അവരെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുകയാണ്. ശ്രീപ്രിയയുടെ സുഹൃത്തിന്റെ നില മെച്ചപ്പെട്ടു വരുന്നുണ്ടെങ്കിലും ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ ഇന്നലെ രാത്രി ശ്രീപ്രിയ മരണത്തിന് കീഴടങ്ങി. ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ മരുമകനുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അവർ വാഹനം ഓടിക്കാൻ പരിശീലിക്കുന്നതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് പ്രഥമ നിഗമനം. സംഭവം നടന്ന ഉടൻ പോലീസുകാർ തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും തുടർ നടപടിയുണ്ടായില്ലെന്ന വിമർശനം നാട്ടുകാർക്കുണ്ട്. ശ്രീപ്രിയയുടെ അപകടമരണം നാട്ടിൽ ദുഃഖം പരത്തിയിരിക്കുകയാണ്. കേസിന്റെ പുരോഗതി സംബന്ധിച്ചുള്ള പോലീസിന്റെ മൗനവുമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ഇൻസ്റ്റാ ന്യൂസ് മലയാളം, തിരുവനന്തപുരം.